ഹലോ, എല്ലാവർക്കും ജെ സ്പോർട്സ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആൾ ടൈം 11 ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഇന്നത്തെ വീഡിയോ. ബ്ലാസ്റ്റേഴ്സ് കളിച്ചിരുന്ന ഇപ്പോൾ കളിക്കുന്നതുമായുള്ള എന്റെ ഫേവറേറ്റ് പ്ലേയേഴ്സിനെ വെച്ചുകൊണ്ടാണ് ഈ ലൈനപ്പ് ഞാൻ നിർമ്മിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിപരമായ താല്പര്യം കാണും. അപ്പോൾ നിങ്ങളുടെ ഫേവറേറ്റ് പ്ലേയേഴ്സിനെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഒട്ടും മടിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ബ്ലാസ്റ്റേഴ്സിന്റെ തുടക്കകാലങ്ങളിൽ ഗോൾ വല കാത്തിരുന്ന സന്ദീപ് നന്ദിയാണ് നമ്മൾ ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായി പ്ലേസ് ചെയ്യുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനിലേക്ക് ജസൽ കാർണേറയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അതിന് കാരണം അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് യാതൊരു പ്രൊഫൈലും ഇല്ലാതെ വന്നൊരു താരമാണ്. എന്നാൽ ഫസ്റ്റ് സീസണിൽ തന്നെ വളരെ ഇംപ്രസീവ് ആയിട്ടുള്ള പ്രകടനം കാഴ്ചവെക്കി. പിന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റൻ വരെയും അദ്ദേഹം ആയി മാറി. ലെഫ്റ്റ് CB പൊസിഷനിലേക്ക് മാർക്കോ ലെസ്കോവിച്ചിനെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു ക്യാപ്റ്റൻ മെന്റാലിറ്റി ഉള്ള പ്ലെയർ ആണ്. കൂടാതെ തന്നെ ഒരു ഡിഫൻസിലെ ലീഡറായി അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയും. റൈറ്റ് സെന്റർ ബാക്ക് പൊസിഷനിലേക്ക് നമ്മൾ തിരഞ്ഞെടുത്ത താരം എന്ന് പറഞ്ഞാൽ സന്ദേശ് ചിങ്കനാണ്. ധാരാളം ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അദ്ദേഹത്തോട് ഇപ്പോഴും വെറുപ്പുണ്ടെങ്കിലും അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച സമയത്ത് ഏറ്റവും മികച്ച ഒരു ഡിഫൻഡർ തന്നെയായിരുന്നു അദ്ദേഹം. റൈറ്റ് ബാക്ക് പൊസിഷനിലേക്ക് നമ്മൾ തിരഞ്ഞെടുത്ത താരമെന്ന് പറഞ്ഞാൽ സന്ദീപ് സിംഗ് ആണ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ധാരാളം പൊസിഷനിൽ കളിക്കാൻ കഴിയുന്ന ഒരു പ്ലെയർ ആണ്. കൂടാതെ തന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ധാരാളം വർഷങ്ങളായി മികച്ച പ്രകടനമാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത്. ഡബിൾ പേർഡിലെ ഫസ്റ്റ് പ്ലെയറെ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇന്ത്യയിലെ തന്നെ ഇപ്പോഴത്തെ ഏറ്റവും മികച്ച DMF ആയ ജിക്സൺ സിംഗ് തനോജത്തെയാണ്. രണ്ടാമത്തെ DMF ആയി സെലക്ട് ചെയ്ത താരം ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച DMF ആയ വിസന്റെ ഗോമസ് ആണ്. മലയാളി താരമായ സഹൽ അബ്ദുൽ സമദിനെയാണ് AMF പൊസിഷനിന് വേണ്ടി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിലത്തെ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് സഹൽ. റൈറ്റ് വിങ്ങിൽ മറ്റൊരു മലയാളി താരമായ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്ത ഇന്ത്യൻ താരമായ CK വിനീതിനെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ലെഫ്റ്റ് വിങ്ങിൽ ബ്ലാസ്റ്റേഴ്സിന്റെ മാന്ത്രികനായ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗോൾ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ള താരമായ അഡ്രിയാൻ ലൂണയെയാണ് നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. സെന്റർ ഫോർവേഡിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ദിമിത്രിയോ, സിയാൻ ഹ്യൂ, മെസ്സി, ബൗലി എന്നിങ്ങനെയുള്ള മികച്ച താരങ്ങൾ കളിച്ചിട്ടുണ്ടെങ്കിലും എന്റെ പേഴ്സണൽ ഫേവറേറ്റ് ബർത്തലോമിയോ ഓഗ്ബച്ചയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തെയാണ് സെന്റർ ഫോർവേഡ് പൊസിഷനിലേക്ക് പ്ലേസ് ചെയ്യുന്നത്. നമ്മൾ അങ്ങനെ ബ്ലാസ്റ്റേഴ്സിന്റെ ആൾ ടൈം 11 കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എന്റെ അഭിപ്രായത്തിലുള്ള ബ്ലാസ്റ്റേഴ്സിന്റെ ആൾ ടൈം 11 ആണിത്. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടേതായ അഭിപ്രായങ്ങളുണ്ട്, അത് എന്തായാലും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് ഫുട്ബോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ.